മോളെ നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് ഓടി വരികയും പിന്നെ ഡിവോഴ്സ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒരു കല്യാണം കഴിഞ്ഞും ആ ഒരു ജീവിതത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനും ഇവിടെ ആയിട്ട് തന്നെ എന്തോരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പോകണം. നീ ഇനിയിപ്പോൾ പെട്ടെന്നൊരു ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കണ കാര്യമല്ല. ഒന്ന് ആലോചിക്കുക, എത്ര കാശ് മുടക്കിയ കല്യാണം നടത്തിയേ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും നമ്മുടെ വീടിൻ്റെ പേര്. നാട്ടുകാരുടെ മുമ്പ് നമ്മുടെ അവസ്ഥ എന്താവും? അഭിനോട് ഞാൻ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. നീ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പഠിക്കുമോളെ. നമ്മുടെ കിങ്ങിണിയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവളെ കാണാൻ ചെല്ലുമ്പോൾ അവളുടെ ഭർത്താവ് അവളുടെ കഴുത്തിന് പിടിച്ച് പൊക്കി അവളുടെ അച്ഛനും അമ്മയെ ചീത്ത പറഞ്ഞ് ഒന്ന് ചേർത്തി പുറത്ത് കൈമുട്ടുകൊണ്ട് ഇടിക്കുന്നത് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും ചേട്ടൻ ഇങ്ങനെ തന്നെ പറയൂ? രാത്രിയിലൊക്കെ അവള് അയാളുടെ പീഡനങ്ങൾ ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റാതെ എണീറ്റ് കരയുകയാണെങ്കിലോ? മരിക്കാനുള്ള പേടിയുണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ അങ്ങോട്ട് പോയാ എന്നെ പിന്നെ നിങ്ങളാരും കാണൂല. ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന് ഒരു തോന്നല് മാത്രം കിട്ടി. ഇതൊക്കെ ഓർക്കുമ്പോ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ ആരെങ്കിലും മതി എനിക്ക്. ഇനിയിപ്പോ നിന്റെ ചേട്ടനല്ല ആര് സംഭവിച്ചാലും ഞാൻ നിന്നെ അങ്ങോട്ട് വിടില്ല. എനിക്ക് ഇഷ്ടമുള്ളവരെ പോയി ജീവിക്കും. നീ എന്റെ കിങ്ങിണി ഒരുപോലെ